ബ്രോന് ഇഷ്ടമുള്ള വസ്ത്രമല്ലേ ഇട്ടിരിക്കുന്നത്. അതിപ്പം അതിലൊരു തെറ്റില്ല, ഓരോരുത്തർക്ക് അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം. ഈ ബോബി ചെമ്മണ്ണൂരിന്റെ നാക്കിന്റെ നീളം കുറച്ച് കൂടുതലാണ്, ദ്വയാർത്ഥ പ്രയോഗം ചില സ്ഥലത്തൊക്കെ തെറ്റായിട്ട് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത് വീഡിയോ ഇറങ്ങിയേക്കോ. നിഷ ഇടിക്കും കേട്ടോ. വീണ്ടും വീണ്ടും ഒരേ പരിപാടിയായിട്ട് വരണം ചേട്ടാ. ഞങ്ങളുടെ പ്രാർത്ഥന സപ്പോർട്ട് ദുബായിൽ അതിന് വെച്ചാണ് മാനേജറുണ്ടല്ലേ. ഞാൻ ബോഡി ഗാർഡ് മാനേജർ. നല്ല സിനിമ കാണാൻ പറ്റി. അനശ്വര, ബാലു റീസ് നല്ല മൂവി കാണാൻ പറ്റി. മാർക്ക് നല്ല പടമാണ്. റോബിൻ ബ്രോ പെരേരയെ ക്ഷണിക്കുന്നുണ്ട് കല്യാണത്തിന്. എല്ലാവരും വിളിക്കുന്നുണ്ട്. ഫോട്ടോ എടുത്തേ. നിക്കടാ. എവിടെ അങ്ങോട്ട് നോക്ക്. എവിടേക്ക് വിഷ്ണു എടുക്കാൻ മെഡിക്കലാ. ചേട്ടന്റെ ബോഡി ഗാർഡ് ആവുന്നല്ലേ? പ്രത്യേകം ബോഡി ഗാർഡിനെ വെച്ചേക്കുവാ. ഇവിടെ ഉണ്ടാവുന്ന ചേട്ടൻ നിഷയുടെ മോളിൽ എടുക്കാൻ പോകുമ്പോഴേ എന്റെ പേര് അങ്ങനത്തെ അവസ്ഥ ചേട്ടനുണ്ടോ? ബ്രോ ജസ്റ്റ് എന്റെ മാർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു കണ്ടിട്ട്? ഞാൻ അടിപൊളി. എനിക്ക് ആക്ഷനും ഇതുപോലെ വയലൻസ് ഒക്കെ ഇഷ്ടമുള്ളതാണ്. ഉണ്ണിമുന്തന്റെ ഒരു ബെഞ്ച് മാർക്കാണോ മാർക്കോ? എക്സാക്ട്ലി. ഇതിനി താണ്ടിയാണ് ഇനി അടുത്ത വയലൻസ് വരാൻ. ഓക്കെ. ഇപ്പോ റോബിൻ ബ്രോ ഒരു പബ്ലിക് ഫിഗർ ആണ്. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം. ന്യൂസ് സ്റ്റാറിൽ 2 ദിവസമായി ചർച്ച ആവുന്നത് ഇപ്പോൾ ബോച്ചയുടെ ഇഷ്യൂ ആണ്. അതിലെന്താണ് നിലപാട്? ഓൾറെഡി പറഞ്ഞല്ലോ. ഫേക്ക് ഐഡി ക്രിയേറ്റ് ചെയ്ത ആർക്കും എന്തും പറയാന്നുള്ള ഒരു കാര്യമൊന്നും ഇവിടെ ഇല്ല. അതിന് ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരണം. ഒബ്വിയസ്ലി തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിപ്പം ചെറുപ്പം ഇല്ലാതെ എന്ത് ചെയ്യണം? ശിക്ഷിക്കപ്പെടണം. സൈബർ ലോകത്തൊരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരണം. അതെന്തായാലും വേണം. ബോച്ചയെ എതിർക്കുന്നതോടൊപ്പം ഹണി റോസിന്റെ വസ്ത്രധാരണ രീതി വളരെ മോശമാണെന്ന രീതിയിൽ പറയുന്നത്. ഉദ്ഘാടനത്തിന് വേണ്ടി അങ്ങനെ രീതിയിൽ റിപ്പീറ്റ് ആയിട്ട് ഉദ്ഘാടനം കിട്ടുന്നത്. ബ്രോന് ഇഷ്ടമുള്ള വസ്ത്രമല്ലേ ബ്രോ ആണല്ലോ? അതെ, ബ്രോന് ഇഷ്ടമുള്ള വസ്ത്രമല്ലേ. അതിപ്പം അതിലൊരു തെറ്റില്ല, ഓരോരുത്തർക്ക് അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം. മനസ്സിലായില്ലേ? പിന്നെ അവര് ഉദ്ഘാടനത്തിനല്ലേ വിളിക്കുന്നത്. മനസ്സിലായില്ലേ? പ്രൊമോഷനാണ് വിളിക്കുന്നത്. അതിലൊന്നും എനിക്കൊരു തെറ്റായിട്ട് തോന്നുന്നില്ല. അത് നമ്മൾ കാണുന്ന കാഴ്ചപ്പാടനുസരിച്ചിരിക്കും. എനിക്ക് കാണുമ്പോൾ ബുദ്ധിമുട്ടോ തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല. ഒരാളുടെ ഇഷ്ടമാണ് അയാൾ എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത്. അത് തെറ്റായിട്ടുള്ള രീതിയിൽ കാഴ്ചപ്പാടി കാണുന്ന ആൾക്കാർക്ക് അത് തെറ്റായിരിക്കും. അവരെ എനിക്കൊന്നും പറയാൻ പറ്റൂല. കേരളത്തിലായതുകൊണ്ടാണോ ഇങ്ങനെയെന്ന് വിചാരിക്കുന്നുണ്ടോ? അത് കേരളത്തിൽ ഉണ്ട്. എനിക്ക് കേരളത്തിലെ കാര്യമല്ലേ അറിയത്തുള്ളൂ, മറ്റുള്ള സ്ഥലങ്ങളെ അറിയത്തില്ല. കേരളത്തിൽ അതുണ്ട്. പക്ഷേ അത് ഒരാൾ എന്ത് വസ്ത്രം ധരിക്കുന്ന എന്നുള്ളത് അയാളുടെ ഇഷ്ടമാണ്. അത് കാണുന്ന ആളുടെ വ്യക്തിയുടെ കാഴ്ചപ്പാടനുസരിച്ചിരിക്കും അത് ജഡ്ജ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. ഇപ്പൊ ഹണി റോസിനെതിരെ രാഹുൽ ഈശ്വറും പിന്നെ അതുപോലെ തന്നെ ഫെറ ഷിബില എന്ന് പറഞ്ഞ ഒരു നടി ഉന്നയിക്കുന്നത് പറഞ്ഞാൽ കേരളത്തിലെ ലൈംഗിക ദാരിദ്ര്യം എടുത്തുകൊണ്ടാണ് ജീവിക്കുന്നത്, യൂസ് ചെയ്തത് അങ്ങനെയുള്ള, അതുകൊണ്ടാണ് ഉദ്ഘാടനങ്ങൾ റിപ്പീറ്റ് ആയിട്ട് കിട്ടുന്നത് എൻ്റെ ഒരു വിമർശനം വന്നിട്ടുണ്ട്. അതിനോട് എന്താണ് പറയാനുള്ളത്? അല്ല, അങ്ങനെയാണോ കേരളത്തിൽ അങ്ങനെ യൂസ് ചെയ്യുന്നു വിചാരിക്കുന്നുണ്ടോ ബ്രോ? അങ്ങനെ കാഴ്ചപ്പാടില് ഒരാളുടെ ഉദ്ഘാടനത്തിൽ വിളിക്കാൻ അയാളെ കാണാനും അത് ഭംഗിയായിരിക്കാം, ഒരാളുടെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം, പേഴ്സണാലിറ്റി ആയിരിക്കാം, എന്തുവാണ് അവരുടെ റീച്ച് അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത് ഒരാളുടെ ഇനോഗ്രേഷൻ വിളിക്കുന്നത്. അതപ്പോൾ ഇനോഗ്രേഷൻ വിളിക്കുന്ന ആള് അവരുടെ ഇതെല്ലാം കണ്ടു വിളിക്കുന്നു. അത് കാണാൻ വേണ്ടി ആൾക്കാർ വരുന്നു. ആ കാണുന്ന ആൾക്കാരുടെ കാഴ്ചപ്പാട് അനുസരിച്ചിരിക്കും. എന്ത് സൗന്ദര്യം ഉണ്ടെങ്കിലും അത് ആസ്വദിക്കുക. നമ്മുടെ മൈൻഡിൽ എല്ലാത്തിനും ഒരു റെസ്ട്രിക്ഷൻ വെക്കുക. മനസ്സിലായില്ല? ഒരു ബൗണ്ടറി വെക്കുക. ഇതിനപ്പുറത്തേക്ക് കടക്കാനായിട്ട് ഒരാളുടെ പേഴ്സണൽ സ്പേസിലോ ഒരാളുടെ ഒരു കാര്യത്തിലും നമുക്ക് കടക്കാനുള്ള ഒരു അധികാരം നമുക്ക് ഒരു മനുഷ്യർക്കും ഇല്ല.
അത് ആ ലിമിറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, അതിനാണല്ലോ നമ്മളെല്ലാം ഒരു സോഷ്യൽ ബീയിങ് എന്നുള്ള രീതിയിൽ പറയുന്നത്. അത്രേ ഉള്ളൂ. ഈ ബോബി ചെമ്മണ്ണൂരിന്റെ നാക്കിന്റെ നീളം കുറച്ച് കൂടുതലാണ്, ദ്വയാർത്ഥ പ്രയോഗം ചില സ്ഥലത്തൊക്കെ തെറ്റായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം പുള്ളിക്കാരൻ അനാവശ്യമായിട്ട് പല രീതിയിലും സംസാരിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ ആലോചിച്ചു, ഈ മനുഷ്യന് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, നല്ല ക്വാളിറ്റീസ് ഉണ്ട്, എന്തിനാണ് ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നത്, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്തിനെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ പുള്ളിക്കാരൻ അത് കൺട്രോൾ ചെയ്യില്ലെന്ന് എനിക്കറിയത്തില്ല. കാരണം എന്റെ ആരും അല്ല പുള്ളിക്കാരൻ ചെയ്ത പുള്ളിക്കാരൻ നല്ലത്. ഓക്കെ, ഇപ്പൊ എല്ലാരും എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. രാവണ യുദ്ധമാണ്. അല്ല, എന്താണ് ആ മൂവിനെ കുറിച്ചുള്ള അപ്ഡേഷൻ എന്താണ്? അത് ലേറ്റർ ഓൺ ചെയ്യാം. 2026 ഞാൻ ഒന്നും പറയാം. ചേട്ടാ, ഈ ബോച്ചേച്ചേന്റെ അടുത്ത് ഒരു ആങ്കർ കൊടുത്തൊരു ചോദ്യത്തിനാണ് മറുപടി പറഞ്ഞത്, അല്ലാണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം അഭിപ്രായത്തിൽ പറഞ്ഞല്ല അടിച്ചേച്ചിനെ കുറിച്ച്. ആങ്കർ കൊടുത്തിട്ട് അവര് ഒരാൾ എന്ത് ചോദ്യം ചോദിച്ചാലും ഉത്തരം പറയുന്നത് നമ്മളാ. നമുക്ക് തീരുമാനിക്കാം എന്ത് ഉത്തരം പറയണം. ചോദിക്കുന്ന അവരുടെ മാന്യത, ഉത്തരം പറയുന്ന നമ്മുടെ മാന്യത. ഞങ്ങൾ തന്നെ തിന്നു. എടാ പൈസ നിന്ന് എടുക്കാം. ഇവിടെ നിന്ന് എടുക്കാം. അവന്റെ ഫോണിലെടുത്താൽ വീഡിയോ ആണോ? എനിക്ക് മെസ്സേജ് ചെയ്തത് ഞാൻ കാണാറുണ്ട്, വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. ആണല്ലേ? ഈ നമ്പർ 95262299. ചാനൽ ഇന്റർവ്യൂ കൊടുക്കാറില്ല. അൽത്താഫിനെ കോൺടാക്ട് ചെയ്തത്. അൽത്താഫ് എന്റെ ചാനൽ ഇന്റർവ്യൂ കൊടുക്കാറുണ്ട്. ആരതി ചേച്ചി പടം കണ്ടില്ല? റോബിൻ ബ്രോ മെയിൻ ചാനലുണ്ട്, മാപ്സിക് മീഡിയ, അത്യാവശ്യം വയറിലാണ്. ചാനലിലെ ആങ്കറിംഗ് സംഭവം പ്ലാൻ ചെയ്യുന്നുണ്ട്. റോബിൻ ബ്രോ ആരതി ചേച്ചി പടം കണ്ടില്ലേ? മാർക്ക് കണ്ടിട്ടില്ല? എല്ലാവരും സ്നേഹമായിട്ട് പെരുമാറുന്ന മനസ്സാണോ ഒരു ദൈവാനുഗ്രഹമാണ് കേട്ടോ. കാരണം അങ്ങനെ പോകണം ചേട്ടാ, ഞങ്ങൾക്ക് അതാണ് ഞങ്ങൾ ഇഷ്ടം കേട്ടാ. ക്ഷണിക്കുക റോബിൻ ബ്രോ. ഒരു ക്വസ്റ്റ്യൻ, ഇപ്പൊ മാർച്ചിൽ ബിഗ് ബോസ് സീസൺ 7 സ്റ്റാർട്ട് ചെയ്യാണ്. വരാൻ പോണവരോട് എന്താണ് പറയാനുള്ളത്? ഇപ്പോ സ്വാഭാവികമായിട്ട് മാർച്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുക എല്ലാ സീസണും. അതുകൊണ്ടാണ് ഞാൻ എന്തിനാ പറയുന്നത്, വരുന്നവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. സ്പെഷ്യലി എന്ത് പറയാനാ, കല്യാണം നെക്സ്റ്റ് മന്ത് എവിടെ വെച്ചായിരിക്കും? അതിന് എറണാകുളം തന്നെ ആയിരിക്കും അല്ലേ? മനസ്സ് പൊളിയാണ്, അടിപൊളിയാണ് മനസ്സ്. ഞങ്ങളൊക്കെ വൈറലാക്കിയ മനസ്സാണ് ഈ സൗണ്ട്. ഓക്കെ, താങ്ക് യു. ഫൈൻ.